റാം, ദേ ഒരു നക്ഷത്രം ആകാശത്തിൽ കൂടെ ഓടുന്നു. അത് സ്റ്റാർ അല്ല, അതൊരു കോമറ്റ് ആണ്. കോമറ്റോ? അത് കാണാൻ സ്റ്റാർ പോലെയുണ്ട്. അതിന്റെ വാലില് നിറയെ ഐസി വാട്ടർ ആണ്. ആ കോമറ്റ് സണ്ണിനോട് കൂടുതൽ അടുക്കുമ്പോൾ ആ ഐസി വാട്ടർ ഇവാപറേറ്റ് ചെയ്യും. അതാണ് നമ്മൾ വാല് പോലെ കാണുന്നത്. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഗെയിം കളിക്കാൻ മാത്രമുള്ളതല്ല മൊബൈൽ ഫോൺ. അതില് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും ഉണ്ട്. റാം, അത് നോക്കേ. എന്താ അത്? അത് ആ കർണിയെ പോലെ ഉണ്ടല്ലോ. അവൻ എന്തിനാ ഇങ്ങനെ ഓടുന്നേ ഈ രാത്രിയിൽ? അത് അവൻ തന്നെയാണോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാനില്ല. അതുപോലെ പ്രേതമാണെങ്കിലോ? ഭൂതവും പ്രേതവും ഒന്നും ഇല്ലാന്നേ. നീ ഒന്ന് പേടിക്കാതെ വാ. ഇവിടെയെങ്ങും ആരും കാണുന്നില്ലല്ലോ. വാ, നമുക്ക് പോവാം. രാജ്, വെയിറ്റ്, ഇതൊന്ന് നോക്ക്. ഇതെന്താ സാധനം? എന്താണെന്ന് നോക്കാം. വേണ്ട റാം, അതെന്തെങ്കിലും കെണിയായിരിക്കും. നീ ഇങ്ങനെയൊന്നും പേടിക്കല്ലേ എന്റെ രാജ്. ഇതെന്തോ കുഴപ്പം പിടിച്ച സാധനം. നമുക്കത് ഇവിടെ തന്നെ വെച്ചേക്കാം. കാം ഡൗൺ രാജ്. ഇതേതോ മലമുകളിലെ അമ്പലത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിധിയുടെ രഹസ്യങ്ങളാണ്. പക്ഷേ ഈ ബുക്കിന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ ഇത് വായിക്കരുത്. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകാം. ഇത് റാമുണ്ടാക്കിയതാണോ? യെസ്, വഴിയിലുള്ള ഏത് തടസ്സവും ഈ റഡാർ വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. സൂപ്പർ. ഫ്രണ്ട്സ്, ഇവിടെ വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ ഇത്? ആ വഴിയിൽ നിന്ന് കിട്ടിയതാ. മലമുകളിലെ ക്ഷേത്രത്തിനുള്ളില് ഒരു ട്രഷർ ഉണ്ടെന്ന്. ഇത് അവിടേക്കുള്ള മാപ്പാ. ഇത് ഫോളോ ചെയ്താ നമുക്ക് ട്രഷർ കണ്ടുപിടിക്കാം. അതിനെ കുറിച്ചുള്ള സീക്രട്സ് ആണ് ഈ ബുക്കിൽ. അത് കലക്കിയല്ലോ, വേഗം നോക്കറാം. പക്ഷേ ഈ ബുക്കിന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ ഈ ബുക്ക് തുറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനാരാ ഇതിന്റെ ഉടമസ്ഥൻ? അതെങ്ങനെ അറിയാനാ? ഇതാ വഴിയിൽ കിടന്നതല്ലേ. നീ തുറക്കറാം. ഉടമസ്ഥനൊന്നും ഇതിനെ കുറിച്ച് അറിയാൻ പോകുന്നില്ല. അത് ശരിയല്ല റാം, നമുക്കിത് തുറക്കണ്ട. പിന്നെ എന്ത് ചെയ്യും? ഇത്രയും സീക്രട്സ് ഉള്ള ബുക്കാണ്. അതുകൊണ്ട് ഇത് ആരെങ്കിലും അന്വേഷിച്ചു വരും. നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. ഉടമസ്ഥൻ വരുമ്പോൾ തിരച്ചേൽപ്പിക്കാം, അല്ലേ ജോയ്? യെസ്, അതാണ് ശരി. എല്ലാവർക്കും സമ്മതമല്ലേ? ഓക്കേ കോച്ച്. ആരാണോ ഈ പാതിരയ്ക്ക് വാതിലയെ മുട്ടുന്നത്? അയ്യോ, എന്തിനാ ബോസ് ഇങ്ങനെ പേടിക്കുന്നത്? ഇത് ഞാനാ കർണിയാണ്. വിശക്കുന്നതിന് എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? നമ്മുടെ എല്ലാം കഷ്ടപ്പാടുകൾ മാറാൻ പോകുക ബോസേ. നിനക്ക് വല്ല നിധിയും കിട്ടിയോ? കിട്ടും, ദാ നോക്കു ബോസേ. നീ എന്താ ഈ പിച്ചും പേയും പറയുവാണോ? ഇത് കണ്ടോ, ഒരു നിധി കിട്ടുവാനുള്ള വഴിയാണ് ഇതിന്റെ ഉള്ളിൽ. സത്യമായിട്ടും ഉള്ളതാണോ? എവിടുന്ന് കിട്ടി? ഇത് നമ്മുടെ ആ പട്ടാളക്കാരന്റെ വീട്ടിൽ നിന്ന് കിട്ടി. കേണൽ വീരുവിന്റെ. കേണൽ വീരുവോ? ആ പടി ഉറപ്പായി. ഒരു തല്ല് കിട്ടില്ല, കിട്ടിയാൽ ആ പാട്ടുകാർക്ക് കിട്ടും. അതെങ്ങനെ? ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ മനഃപൂർവ്വം അമ്മാരുടെ വീടിന്റെ മുമ്പിൽ ഇട്ടിട്ടാ പോന്നിരിക്കുന്നത്. എന്താ ഈ പറയുന്നത്?
ഒന്ന് തെളിച്ച് പറയടാ. അതിലെ എല്ലാ രഹസ്യവും ഞാൻ ഇതിൽ കോപ്പി ചെയ്തു. അവന്മാരാ ബുക്ക് കാണും, എടുക്കും. വീരു അന്വേഷിച്ചിറങ്ങിയാൽ ഉറപ്പായിട്ടും അവന്മാരെ പൊക്കും. നിന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം. പക്ഷേ ഈ ബുക്ക് നമുക്ക് ഒളിപ്പിക്കണം. അത് ശരിയാ. കേണൽ ബുക്ക് അന്വേഷിച്ചിറങ്ങിയാൽ നമ്മൾ പെടും. എങ്കിൽ വാ, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഇത് കുഴിച്ചിടാം. ആരാടാ എന്റെ ബുക്ക് എടുത്തത്? ഞാൻ ജാലുവിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അവര് പറഞ്ഞു ഇവിടെ അന്വേഷിക്കാൻ. കേണൽ സർ, ബുക്ക് ഇവിടെ ഉണ്ട്. എടാ ബിരുദന്മാരെ, നിങ്ങളെ ഞാൻ ശരിയാക്കുവാടാ. കേണൽ സാറേ, ഞങ്ങളല്ല എടുത്തത്. ഇതാ വഴിയിൽ കിടന്ന് കിട്ടിയതാ. നുണ പറയുന്നോടാ. സത്യമായിട്ടും അങ്കിൾ, ഞങ്ങൾക്കിത് വഴിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ വിശ്വസിക്കില്ല. ഇതിന്റെ കൂടെയുള്ള മറ്റേ ബുക്ക് എവിടെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിത് മാത്രമേ കിട്ടിയുള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ മറ്റേ ബുക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും. ഇത് കേണലാ പറയുന്നേ. ഏതായാലും ഇതിൽ കൂടുതൽ എന്ത് വരാനാ, അവന്മാര് പെട്ടു. ഓക്കേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? കാണാതായ ബുക്ക് കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ കേണലങ്കിൾ നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കും. ആ, ഇന്നലെ ആരും ഓടിപ്പോകുന്നത് കണ്ടൂന്ന് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ? ആ, നീയും കണ്ടതല്ലേ? അതാ കർണിയെ പോലെ ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അവന്മാരാ ഇതിന്റെ പിന്നിൽ. പക്ഷെ എങ്ങനെ അത് തെളിയിക്കും? ഐഡിയ. നമുക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കയ്യില് കേണലിന്റെ ബുക്കുള്ള കാര്യം നമുക്കറിയാന്ന് പറയാം. അതുകൊണ്ട് എന്താ കാര്യം? അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവന്മാരത് മാറ്റാൻ നോക്കും. അപ്പൊ നമുക്ക് അവരെ പിടിക്കാം. യെസ്, കം ഓൺ ഗൈസ്. എടാ കർണി, കേണലിന്റെ വീട്ടിൽ നിന്നും നിധിയുടെ ബുക്ക് മോഷ്ടിച്ചത് നീയാ. ഞങ്ങളത് കണ്ടതാ. മര്യാദക്ക് തിരിച്ചു തന്നു. ബുക്കോ? എന്ത് ബുക്ക്? നിങ്ങളത് ഒളിപ്പിച്ചു വെച്ച സ്ഥലം വരെ ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് ആ ബുക്ക് ഇപ്പൊ തന്നില്ലെങ്കിൽ ഞങ്ങൾ കേണലിനെ വിളിച്ചുകൊണ്ട് വരും. പോയി വിളിച്ചോണ്ട് വാടാ കേണലിനെ. ചുമ്മാ പേടിപ്പിക്കുന്നു. എന്നാ ശരി, നീയൊക്കെ അനുഭവിക്കാൻ റെഡി ആയിക്കോ. വാടാ പിള്ളേരെ. കർണേ, അവർക്കെല്ലാം മനസ്സിലായെന്നാ തോന്നുന്നേ. ബുക്ക് ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് മാറ്റണം. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ അത് അവര് തന്നെയാന്ന്. രാജ്, നീ വേഗം ചെന്ന് കേണലിനെ വിളിച്ചുകൊണ്ട് വാ. ഓക്കെ, ഇപ്പൊ വിളിക്കാം. ആരാ ഇതിവിടെ കൊണ്ടിട്ടെന്ന് അറിയില്ല. സത്യമായിട്ടും സത്യമായിട്ടും ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല.